ബൈബിളിൽ ഇങ്ങനൊരു സ്ത്രീയുണ്ട്, രക്തസ്രാവമായിട്ട് ഭാരപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ. ഏകദേശം 10-18 വർഷക്കാലം തൻ്റെ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ താൻ തുടർന്നു. അവിടെ എഴുതിയിട്ടുള്ളത്, തനിക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യർക്ക് കൊടുത്തു. താൻ പോകാവുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരിക്കാം. ആദ്യം ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോവും, പിന്നെ വിടുതൽ കിട്ടുമെന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ പോവും. ആ സ്ത്രീയും അത് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കാം. തൻ്റെ സ്വത്ത് മുഴുവൻ ഈ രക്തസ്രവം എന്ന രോഗത്തെ തുടർന്ന് നഷ്ടപ്പെട്ടു പോയ, താൻ ഒത്തിരി സ്ഥലത്ത് പോയിട്ടും വിടുതലില്ലാതെ ഭാരപ്പെട്ട ഒരു സ്ത്രീ. ആ സമയത്ത് അതുവരെ അവളുടെ ജീവിതത്തിൽ യേശു ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷെ അവളും ഒത്തിരി കുറ്റങ്ങളും കുറവുകളൊക്കെ ഈ സത്യദൈവത്തെക്കുറിച്ച്, ഈ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ, അവൾക്ക് ആശ്രയിപ്പാൻ വേറൊരു വഴിയുമില്ലാതിരുന്നപ്പോൾ, അതുവരെ ദൂരത്ത് നിർത്തിയ ആ യേശുവിൻ്റെ അടുത്തേക്ക് അവൾ പതുക്കെ നടന്നു ചെല്ലുക മാത്രമല്ല, യേശുവിൻ്റെ വസ്ത്രത്തിൽ അവളൊന്ന് തൊട്ടു. അവൾ വിശ്വസിച്ചു, ഇത് ജീവനുള്ള ദൈവ, എന്നെ സൗഖ്യമാക്കാൻ കരുത്തുള്ള ദൈവ, ഇവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, ശരീരത്തിൽ തൊട്ടാൽ എന്നല്ല, വസ്ത്രത്തിൽ പോലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നവൾ വിശ്വസിച്ചു. ആ വിശ്വാസം നാളുകളായി നീണ്ടു നിന്ന അവളുടെ രോഗത്തെ അവളുടെ ശരീരത്തിൽ നിന്നും മാറ്റുവാനായിട്ടിടയായി. ഞാൻ അവളോട് ചോദിച്ചു, യേശു നല്ലവനാണോ? അവൾ പറയും, യേശുവിനെ പോലെ നല്ലവൻ വേറൊരുവനില്ല. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തൊരു ദൈവം, അതാണ് ജീവനുള്ള സത്യദൈവമായ യേശു കർത്താവ്.